കലാപമടങ്ങാത്ത മണിപ്പൂരിൽ ബിജെപിക്ക് വൻ തിരിച്ചടി. സംഘർഷഭൂമിയിൽ താമര വിരിയിക്കാമെന്ന ബിജെപിയുടെ മോഹത്തിന് കനത്ത തിരിച്ചടിയാണ് മണിപ്പൂർ ജനത നൽകിയത്. 2 സീറ്റുകളിൽ ബിജെപിയും സഖ്യകക്ഷിയും കോൺഗ്രസിനോട് പരാജയപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കാത്തിരിക്കേണ്ടി വന്ന ജനതയാണ് മണിപ്പൂരിലേത്. അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയ മണിപ്പൂരിലെ ജനങ്ങളുടെ മറുപടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ മണിപ്പൂരിൽ അയച്ചുവിട്ട ആക്രമണവും തുടർന്ന് ആ ജനതയെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെയും മനുഷ്യത്വരഹിതമായ സമീപനത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് മണിപ്പൂരിലേത്. ഇന്നർ മണിപ്പൂരിൽ നിന്നും ആൻകുഞ്ച ബിമോല കോയിജം കോൺഗ്രസിന്റെ ശബ്ദമായി ലോക്സഭയിലെത്തും. ഇവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി തൗനജാം ബസന്ത് കുമാർ സിംഗിനെയാണ് കോൺഗ്രസ് പ്രതിനിധി പരാജയപ്പെടുത്തിയത്. ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് കൺ ആർത്തൂൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ നാഗ പീപ്പിൾ ഫ്രണ്ടിന്റെ ലോർ ഹോയസ് ഫോസിയാണ് ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് പ്രതിനിധിയെ ഇവിടെ നിന്നുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്തു. സ്വന്തം മണ്ണിൽ 1 വർഷത്തിലേറെയായി തുടരുന്ന ചോരക്കളിയിൽ മനംമടുത്ത മണിപ്പൂരിലെ ജനങ്ങൾ രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന ബിജെപിയെ താഴ്വരയിൽ നിന്നും തുരത്തുന്ന കാഴ്ച ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.